അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിന് മുന്നോടിയായുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണ്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്മൃതിപഥത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ എല്ലാവരുമുണ്ട്. അന്തിമ കർമ്മങ്ങൾ ചെയ്യുകയാണ്. അതിനുശേഷമാണ് വൈദ്യുത ശ്മശാനത്തിലേക്ക് മൃതദേഹം എടുക്കുക. അവസാന വന്ദനമേകി അദ്ദേഹത്തെ യാത്രയാക്കുകയാണ്. കഥാപരിസരങ്ങളിൽ, കഥാസന്ദർഭങ്ങളിൽ മരണവും ജനനവുമൊക്കെ എഴുതിയ ആ കലാകാരന്, സാഹിത്യകാരന് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെല്ലാം ഒപ്പമുണ്ട്. അവരുടെ എല്ലാം സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ഇതാ MT മടങ്ങുകയാണ്. എരിഞ്ഞടങ്ങും മുൻപേ അദ്ദേഹത്തിന് എല്ലാ ആദരവും നൽകുകയാണ്. കാലാതിവർത്തിയായി തൻ്റെ അക്ഷരങ്ങളെ അവശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇതാ വിടവാങ്ങുകയാണ്. വൈദ്യുത ശ്മശാനത്തിലാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം. പട്ടുപുതപ്പിച്ച് MTയെ പ്രിയപ്പെട്ടവർ യാത്രയാക്കുകയാണ്. ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത യാത്രയാണിത്. ഇനിയൊരു ഊഴമില്ല. 91 വർഷം നീണ്ട ജീവിതത്തിലെ തൻ്റെ ഊഴത്തിൽ ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി എഴുതി, പറയാൻ കഴിയുന്നതിൻ്റെ പരമാവധി പറഞ്ഞ് അദ്ദേഹം ഇതാ യാത്രയാവുകയാണ്. അന്ത്യകർമ്മങ്ങൾ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ഉറ്റ ബന്ധുക്കൾ. സ്മൃതിപഥത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിധിപ്രകാരമുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ അവിടെ പൂർത്തിയാക്കുന്നത്. മലയാളത്തിനൊപ്പം നടന്ന കേരളത്തിൻ്റെ യശസ് ഉയർത്തിയ കൃതികൾ സമ്മാനിച്ച MT ഇതാ യാത്രയാവുകയാണ്. അന്ത്യകർമ്മങ്ങൾ ചെയ്ത് ആത്മബന്ധുക്കൾ ഇതാ അദ്ദേഹത്തെ യാത്രയാക്കുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ പേരായിരുന്നു MT എന്ന് ഇനി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ നമ്മൾ വായിക്കും. ഒരു കാലഘട്ടത്തെ എങ്ങനെയാണ് താൻ നോക്കിക്കണ്ടതെന്ന് ഡോക്ടർ K. ശ്രീകുമാറിനോട് MT പറഞ്ഞു കൊടുത്തതൊക്കെയും നമ്മളിനി വായിക്കും. തനിക്കായി തൻ്റെ ജീവിതം എന്തായിരുന്നുവെന്ന് ഇനി വരും തലമുറയെ ബോധ്യപ്പെടുത്താൻ, ഇന്നത്തെ തലമുറയ്ക്ക് വായിച്ചറിയാൻ അദ്ദേഹം അവശേഷിപ്പിക്കുന്നത് MT വാസുദേവൻ നായർ എന്ന പേരിലുള്ള ആ ജീവചരിത്രമാണ്. ഏറ്റവും വികാരനിർഭരമായി പ്രിയപ്പെട്ട അച്ഛനോട് മകൾ യാത്ര പറയുന്നു. ബന്ധുക്കൾ പ്രിയപ്പെട്ട MTക്ക് യാത്ര പറയുന്നു. കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കുകയാണ്. മാവൂർ റോഡിലെ സ്മൃതിപഥത്തിൽ നിന്നുള്ള അന്തിമ ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ വൈദ്യുത ശ്മശാനത്തിലെ സംസ്കാരം. അവിടെ തിങ്ങിയിരിക്കുന്ന മനുഷ്യർ മുഴുവൻ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്തവരാണ്.
എം ടി ആയിരുന്നു അവർക്ക് കാലം. ആ കാലം ഇതാ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടെന്ന പോലെ ഇന്നലെ രാത്രി 10 നിശബ്ദമായിരിക്കുകയാണ്, നിശ്ചലമായിരിക്കുകയാണ്.